ക്രിസ്തുവിൻ്റെയും തിരുക്കുടുംബത്തിൻ്റേതും ഉൾപ്പെടെ 100-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ ഒറേറ്ററി ഓഫ് മൗണ്ട് കാർമൽ ദേവാലയത്തിൽ പരസ്യ വണക്കത്തിനായി വയ്ക്കുന്നു. ഫെബ്രുവരി 24 ശനിയാഴ്ചയാണ് വിശ്വാസികൾക്ക് വണക്കത്തിനായി അമൂല്യമായ തിരുശേഷിപ്പുകൾ പ്രദർശിപ്പിക്കുന്നത്. വിശുദ്ധ കുരിശിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗം, മുൾമുടിയിലെ ഒരു ഭാഗം, ക്രിസ്തുവിനെ അടക്കം ചെയ്ത ശവകുടീരത്തിലെ ഭാഗങ്ങൾ, ചമ്മട്ടിക്കൊണ്ടടിച്ച സ്ഥലത്തെ സ്തൂപം, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശിരോവസ്ത്രം, മറ്റനേകം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഉൾപ്പെടെ 100-ലധികം തിരുശേഷിപ്പുകളാണ് ശനിയാഴ്ച വിശ്വാസികൾക്ക് വണങ്ങാൻ അവസരം നൽകുന്നത്. ഇത്രയും അധികം തിരുശേഷിപ്പുകളുടെ ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നത് സന്തോഷകരമാണ് എന്ന് ഒറേറ്ററി റെക്ടറായ ഫാദർ ജിയാൻ ഡൊമിനിക്കോ ഫ്ലോറോ പറഞ്ഞു. ഹെയ്ത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ കത്തോലിക്കാ മെത്രാന് പരിക്ക്. ഹെയ്ത്തിയൻ ബിഷപ്പ് കോൺഫറൻസ് വൈസ് പ്രസിഡന്റും ആൻസെ ഇവ്യൂ മിരാഗാനെ രൂപതയിലെ ബിഷപ്പുമായ പിയറി ആന്ദ്രേ ഡുമസിനാണ് പരിക്കേറ്റത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. രാജ്യത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ഓ പ്രിൻസ് സന്ദർശനത്തിനിടെ അദ്ദേഹം താമസിച്ചിരുന്ന ഭവനത്തിൽ സ്ഫോടനം നടക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ സുരക്ഷാ സ്ഥിതി മെച്ചപ്പെടുവാൻ യാതൊരു സാധ്യതയുമില്ലെന്ന സൂചനയാണ് പുതിയ അക്രമ സംഭവത്തിലൂടെ വെളിവായിരിക്കുന്നത്. ബിഷപ്പിനോടും ഹെയ്ത്തിയിലെ സഭയോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മെക്സിക്കോയിലെ ബിഷപ്സ് കോൺഫറൻസ് കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്പ് കോൺഫറൻസിന്റെ പ്രസിഡന്റായി കർദിനാൾ ഫിലിപ്പ് നേരിയെ തിരഞ്ഞെടുത്തു. 19 മുതൽ 22 വരെ ബാങ്കോക്കിൽ നടന്ന സെൻട്രൽ കമ്മിറ്റിയിലാണ് കർദിനാൾ ഫിലിപ്പ് നേരി പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മ്യാൻമറിലെ യാങ്കൂണിലെ ആർച്ച് ബിഷപ്പായ കർദിനാൾ ചാൾസ് മങ്ബോയുടെ പിൻഗാമിയായി 2025 ജനുവരിയിൽ കർദിനാൾ ഫിലിപ്പ് നേരി ഔദ്യോഗികമായി സ്ഥാനമേൽക്കും. ഫിലിപ്പീൻസിലെ കലൂക്കൻ ബിഷപ്പ് പാബ്ലോ വിർജിനിലിയോ സിയോങ്കോ ഡേവിഡിനെ കോൺഫറൻസിന്റെ വൈസ് പ്രസിഡന്റായും ജപ്പാനിലെ ടോക്കിയോ ആർച്ച് ബിഷപ്പ് ടാർസിസിയോ ഇസോവോ കുക്കിച്ചിയെ സെക്രട്ടറി ജനറലായി 2ാം തവണയും യോഗം തിരഞ്ഞെടുത്തു. നിലവിൽ CCBAയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയാണ് കർദിനാൾ ഫിലിപ്പ് നേരി. 2019 ചെന്നൈയിൽ നടന്ന 31ാമത് പ്ലീനറി അസംബ്ലിയിൽ വെച്ചായിരുന്നു അദ്ദേഹം CCBAയുടെ പ്രസിഡന്റായി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് 2022 ബാംഗ്ലൂരിൽ നടന്ന 33ാമത് പ്ലീനറി അസംബ്ലിയിൽ അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 1953 ജനുവരി 20 ഗോവയിലെ അൽഡോണയിൽ ജനിച്ച കർദിനാൾ ഫിലിപ്പ് നേരി 1979 ഒക്ടോബർ 28 ഒരു വൈദികനായി അഭിഷിക്തനായി. തുടർന്ന് സഹവികാരി, വികാരി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ചു. 2004 ജനുവരി 16 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ ഗോവയുടെയും ദാമിൻ്റെയും ആർച്ച് ബിഷപ്പായി നിയമിക്കുകയും 2022 ഓഗസ്റ്റ് 27 ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ കർദിനാളായും പ്രഖ്യാപിച്ചു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.